നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങോട്ട് വാടാ. ഞാൻ എന്താ വന്നച്ചാ വന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. കൽപ്പനെ, ഇദ്ദേഹത്തിന്റെ പേര് തുളസിന്നാ, കാശിന്ന് വന്നതാ. നിനക്ക് മരുന്നില്ലേ? അത് ഇദ്ദേഹ. നമസ്കാരം. നമസ്കാരം. മരുന്ന് കഴിച്ചല്ലോ അല്ലേ? സുഖമായില്ലേ? ഇപ്പൊ കുഴപ്പമില്ല. മുൻപെല്ലാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ വരുമായിരുന്നു. ആ മരുന്ന് കഴിച്ചതിന് ശേഷം ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഒരുപാട് സന്തോഷം. ഞാൻ ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. പോകുന്നത് വരെ മരുന്ന് തന്നോളാട്ടോ. ആ ശരി, ആയിക്കോട്ടെ. നന്ദ, ഇത് തുളസി, എന്റെ ഒരു പരിചയക്കാരനാ. നിർമ്മലയുടെ നിശ്ചയത്തിന് നാളെ കുറിക്കാൻ വേണ്ടി വന്നതാ. ആ നമസ്കാരം. ആ നിർമ്മലേ, നീ പോയിട്ട് നിന്റെ ജാതകം അലമാരി നടത്തോണ്ട് വാ. തുളസിയെ കാണിച്ച് ഇന്ന് തന്നെ നാളെ കുറിച്ചേക്കാം. ശരി അച്ഛാ. ദേ ഇവിടെ രണ്ടെണ്ണം നിൽക്കുന്ന കണ്ടില്ലേ? രണ്ടെണ്ണത്തിലും പഠിപ്പിൽ യാതൊരു ശ്രദ്ധയില്ല. ഇവൾ എപ്പോ നോക്കിയാലും പാട്ടാ. ഇവനാണെങ്കിൽ എപ്പോഴും കളി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മൊട്ട. ഇവരുടെ രണ്ടുപേരും ജാതകം നോക്കിയിട്ട് നല്ല രണ്ട് ഉപദേശം പറഞ്ഞിട്ട് പോകുന്നേ. അതെ അതെ, ഇവള് പാട്ടെന്ന് പറഞ്ഞോണ്ട് ഞങ്ങളുടെ ഒക്കെ ജീവൻ എടുക്കുകയാണ്. എന്തൊക്കെ ചെയ്താലും പാട്ട് വരത്തില്ല. രണ്ടുപേരും വീട്ടിലൊരാള് വന്നിരിക്കുമ്പോ അവരുടെ മുമ്പിലാണ് വഴക്ക് കൂടുന്നത്. വിടുമോളെ, ചെറിയ കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാ തുളസി. പഞ്ചാംഗം സഞ്ചിയിൽ വെച്ചിരിക്കാം, ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്തിനാ പോകുന്നേ? ഇവനെ കൊണ്ടെടുപ്പിക്കാന്നേ. നന്ദാ, സ്കൂട്ടറില് തുളസിയുടെ പഞ്ചാംഗം ഇരിപ്പുണ്ട്, അതൊന്നും നീ എടുത്തോണ്ട് വാ. ശരി അച്ഛാ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇത് എന്തോ പ്രത്യേകതയുണ്ടല്ലോ. നമ്മളെന്തിനാ നോക്കുന്ന? അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ശരി അച്ഛാ, എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി. ഞാൻ പോയി റെഡി ആവട്ടെ. ആ നന്ദ, നമ്മുടെ ടൗണിലുള്ള മുത്തു ലോഡ്ജിലാണ് താമസിക്കുന്നത്. നീ പോകുമ്പോ അവിടെ നിന്ന് ഇറക്കി വിട്ടേക്കണേ. ഓക്കെ, ഞാൻ റെഡി ആയിട്ട് വരാം. ജാതകത്തില് പൊരുത്തങ്ങളൊക്കെ ഉണ്ട്. നിശ്ചയം എപ്പോ നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്? എത്ര വേഗം നടത്താൻ പറ്റുമോ അത്രയും വേഗം തന്നെ നടത്തണം. അപ്പോ വരുന്ന 28-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. അന്ന് തന്നെ നിങ്ങൾ നിശ്ചയം നടത്തിക്കോളൂ. പെൺകുട്ടിയുടെ ജാതകത്തില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്റെ ജാതകത്തിൽ ഒരു ദോഷമുണ്ട് മോളെ. അതുകൊണ്ടാണ് കല്യാണം ഇത്രയും നാൾ നീണ്ടുപോയത്. നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങൾ ഭയപ്പെടാനും മാത്രം ഒന്നുമില്ല. ദോഷങ്ങൾ എന്ന് പറയുന്നത് പൊതുവായി വരുന്ന തടസ്സങ്ങളാണ്. നമ്മൾ ചില പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തടസ്സങ്ങളൊക്കെ മാറിക്കോളും.
നിങ്ങളുടെ മകളുടെ ദോഷം മാറാൻ കാട്ടമ്മൻ ക്ഷേത്രത്തിലേക്ക് നേർന്ന് പാൽക്കുടം ചുവന്ന അഭിഷേകം നടത്തിയാൽ ദോഷങ്ങളെല്ലാം മാറും. അതെപ്പോ ചെയ്യണം നമ്മള്? വരുന്ന പൗർണമിക്കുള്ളിൽ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമായി നിശ്ചയം നടത്താം. ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. വളരെ നന്ദിയുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തേക്കാം. ശരി. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. പിടിക്കേ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിത് അങ്ങോട്ടേ ഓടുന്നത്. അടുക്കള എവിടെയാണെന്ന് മറന്നിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഇതിന്റെ മോന്റെ ജാതകമാ. ഒത്തിരി നാളായിട്ട് ജോലി ഇല്ലാതിരുന്നിട്ട് ഇപ്പഴാ ഒരു ജോലി കിട്ടിയത്. അവന്റെ ഭാവികാലം എങ്ങനെയോട്ടെന്ന് നോക്കിട്ട് പറയോ. ദാ ഇപ്പൊ എന്റെ ജാതകത്തിന്റെ ആവശ്യം എന്താ? എന്തിനാ അമ്മ ഇവരെ ആവശ്യമില്ലാതെ കഷ്ടപ്പെടുത്തുന്നത്? ഇപ്പൊ അതൊന്നും വേണ്ട. വാ പോവാം. എടാ വരട്ടെ. അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തേക്കണേ. ഓക്കേ അച്ഛാ. പതുക്കെ കയറി. ഇരുന്നില്ലേ ചേട്ടാ? സാധാരണ ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് കാശിയിലേക്ക് ദർശനം തേടി പോവാറ്. എന്നിട്ട് ചേട്ടൻ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ? ശരിയാ മോനെ, എന്ത് ചെയ്യാനാ, എല്ലാം വിധി. ഞാനൊരു പാവത്താനെ അന്വേഷിച്ച ഈ നാട്ടിലേക്ക് വന്നത്. പാവത്താനോ? അങ്ങനെ ഒരാൾ ഈ നാട്ടിൽ കണ്ടെത്താൻ പറ്റില്ല ചേട്ടാ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇയാള് പോലും കാഴ്ചയ്ക്ക് ഒരു പാവത്താനാണല്ലോ. കാണുമ്പോ ചേട്ടൻ അങ്ങനെയൊക്കെ തോന്നുന്നതല്ലേ, പക്ഷെ ഞാൻ അത്ര പാവത്താനൊന്നുമല്ല. ഇയാളുടെ കുടുംബം സ്നേഹവും കരുണയും സമാധാനവും ഒക്കെ നിറഞ്ഞതാ. ഞാൻ തേടി വന്ന ആ പാവത്താൻ താനാവരുതേ എന്നാ എന്റെ പ്രാർത്ഥന. അതിനു മാത്രം ആ പാവം എന്ത് പ്രശ്നം ഉണ്ടാക്കിയേ? ആ പാവത്തിനെ വലിയൊരു ആപത്ത് കാത്തിരിക്കുന്നു. അത് ഈ ലോകത്തിലെ തന്നെ വലിയൊരു ആപത്താ. മഹാനാശം എന്ന് വേണമെങ്കിലും പറയാം. ചേട്ടൻ ഇപ്പൊ പറഞ്ഞതുപോലെയാണല്ലോ എന്നോട് വേറൊരാളും പറഞ്ഞത്. ആരാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അയാളുടെ പേരെനിക്ക് അതൊക്കെ വിട്ടേക്ക് മോനെ. മോൻ ചെറിയ പ്രായമല്ലേ. ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കേ. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. പോയട്ടെ, ഞാൻ അങ്ങോട്ട് നിർത്തിക്കോളൂ. ഞാൻ ഇറങ്ങാം. ഇവിടെയാണല്ലോ കണ്ടത്. ആ നിർത്താം. ശരി ചേട്ടാ, ഞാൻ പോട്ടെ. എന്താ ഋഷി, എന്തിനാ എന്നെ വിളിച്ചത്? താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. താങ്ക്സോ? അതെ, തിരിച്ച് ഓഫീസിലേക്ക് വന്നതിന്. അതിന് ഞാനല്ലേ ഋഷിയോട് താങ്ക്സ് പറയേണ്ടത്. അതെയോ? ഇന്നല്ലാതെ ഋഷി വീട്ടില് വന്ന് അച്ഛനോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ എന്നെ ജോലിക്ക് വരാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഋഷി പെരുമാറിയ രീതിയും സംസാരിച്ച രീതിയും ഒക്കെ കണ്ടിട്ടാണ് അവരെന്നെ ഓഫീസിലേക്ക് വരാൻ തന്നെ സമ്മതിച്ചത്. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നതിന് ശരിക്കും ഞാനാ താങ്ക്സ് പറയേണ്ടത്. നിനക്ക് വേണ്ടിയോ? ചേച്ചേ, ഞാൻ എനിക്ക് വേണ്ടി തന്നെ വന്നത്. മനസ്സിലായില്ല? നിന്നെ എനിക്ക് വേണം. അതോ നിന്നെ അന്വേഷിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നത്. ഐ മീൻ, എന്റെ കമ്പനിക്ക് നിന്റെ വർക്ക് വേണം. ഈ പ്രോജക്റ്റിന് നിന്റെ ടാലന്റ് കൂടിയേ തീരൂ. ചുരുക്കി പറഞ്ഞ എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നീ ഇവിടെ തന്നെ വേണമെന്നാ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി. ഋഷി ഡ്രീം എന്ന് പറഞ്ഞത് ആ അമേരിക്കൻ പ്രോജക്റ്റിനെ പറ്റിയ, കറക്റ്റ് അല്ലേ? അങ്ങനെയാണെന്ന് വെച്ചോ.
ഒരു സംശയവും വേണ്ട, ആ പ്രോജക്റ്റ് നമുക്ക് അപ്രൂവ് ആകും. റിയലി? ഉറപ്പായിട്ടും. കേട്ടില്ല അശോക്? തീർച്ചയായിട്ടും നടക്കുമെന്ന് അനാമിക ഓക്കെ പറഞ്ഞല്ലോ. ആ, അനാമിക ഓക്കെ പറഞ്ഞ അത് ഓക്കെയാണ് ബോസ്. അതൊക്കെ പോട്ടെ. ബൈ ദ വേ, താൻ ദേവരാജൻ സാറിന്റെ മോളാണെന്ന് എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ റോൾ മോഡലാ, അറിയോ? അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാതിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യായിരുന്നില്ലേ? പറഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ സ്പെഷ്യലായിട്ടേ കാണൂ.